അതേ രോഹിത്തെ, അറിയേണ്ട കാര്യം ഉണ്ടായിട്ട് ചോദിക്കുമല്ലോ, എന്നാലും വൃത്തിയായിട്ട് തോറ്റതുകൊണ്ട് ചോദിക്കുക. തനിക്ക് എന്താണോ KKR കാണുമ്പോൾ ഇത്ര പ്രശ്നം? അതെന്റെ ബർത്ത്ഡേക്ക് ഒരുവിധം പ്രമുഖരില്ല എന്നെ വിഷയം, SRK മാത്രം വിഷയാറില്ല. ഇതൊക്കെ ഒരു റീസൺ ആടാ. അത് മാത്രമല്ല, ഒരു എക്സ്പ്രഷനും ഇല്ലാത്ത ചില ബോളേഴ്സ് 6 അടിച്ചാലും വിക്കറ്റ് എടുത്താലും എക്സ്പ്രഷൻ ഇല്ലാത്ത 2 എണ്ണമുള്ള ടീമാണ് നിങ്ങളത്. നരേനയും വരുൺ ചക്രവർത്തിയാണോ ഉദ്ദേശിച്ചത്? ആ ശർക്കര വെട്ടിയൊക്കെ തന്നെ. നിങ്ങൾ ഇങ്ങനെയുള്ളവന്മാരെ തെരഞ്ഞുപിടിച്ച് ടീം എടുക്കുന്നതാണോ? അയ്യോ, ഇത് അവന്മാരുടെ മുഖത്തിന്റെ സ്ഥായി ഭാവമാണ്. ഇക്കിളിയാക്കിയിട്ട് നുള്ളി നോക്കിയിട്ട് പോലും മാറാത്ത ഭാവമാണ്. എങ്കിൽ അത് മാറ്റി ഇവന്മാരെ കരയിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ അടിച്ചു നോക്കുന്നത്. എന്നാലും ജയിച്ചത് ശരിയായില്ല. ഇനി നിങ്ങൾ ആരെങ്കിലും പേടിക്കൂ? എന്താ പേടിച്ചാല്? കഴിഞ്ഞ 10-14 വർഷമായിട്ട് ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ട് തുടങ്ങുമ്പോഴല്ലേ പേടിക്കേണ്ട കാര്യമുള്ളൂ. ദൈവത്തിന്റെ മോനെ ടീം എടുക്കാത്തതുകൊണ്ട് ദൈവം ഇച്ചിരി കോപത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും വല്ലാതെ ചതിയായി പോയി. പിന്നെ കൂടെ ഏതാടോ ഒരു തെങ്ങ് പോലത്തെ ഒരുത്തൻ. അതാണ് മുസർബാനി, മുസ്തഫിസോന്റെ റീപ്ലേസ്മെന്റ്. അങ്ങ് സിംബാവേന്നാ. എന്തൊരു ഹൈറ്റ്! ബോളൊക്കെ ഏതോ തെങ്ങിന്ന് വീഴുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അവൻ വന്ന ആദ്യത്തെ ദിവസം കുറച്ചു നേരം അവനുമായിട്ട് ഒന്ന് സംസാരിച്ച് 2 ദിവസം പെടലി വേദനയായിരുന്നു. ശരിയെന്നാ നടക്കട്ടെ, അടുത്ത കളി കാണാം. വേണമെന്നില്ല.